പോൾ ചർച്ചകളിലാണല്ലോ നമ്മൾ. കേരളമെമ്പാടും UDF ക്യാമ്പ് അത്യാഹ്ലാദത്തിലാണ്. LDF പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. BJP ആകട്ടെ ഒരിക്കൽ കൂടി സഭയുടെ പടി ചവിട്ടാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഭരണ തുടർച്ചയില്ലെന്ന് പറയുന്ന UDFന്റെ തിരിച്ചുവരവ് പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ യാഥാർത്ഥ്യമാകുമോ? 2021 എക്സിറ്റ് പോൾ ഫലങ്ങളും എക്സാക്ട് റിസൾട്ടും ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളും നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. നമ്മുടെ മുന്നിലേക്ക് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലങ്ങളിൽ ആണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ മുന്നിലേക്ക് അതിന്റെ വിവരങ്ങൾ വരികയാണ്. രണ്ട് വശത്തുമായി നമുക്ക് കാണാൻ കഴിയും. 2021 എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മുടെ വലതുഭാഗത്തുണ്ട്. അതുപോലെ 2026 എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വിവരങ്ങളും നമുക്കുണ്ട്. 2021 നിന്ന് തുടങ്ങാമല്ലേ? നമുക്ക് 2021 കണക്കുകൾ നോക്കൂ. LDFന് എത്ര സീറ്റുകളാണ് പ്രവചിച്ചത് എന്ന് പരിശോധിക്കാം. LDFന് 104 മുതൽ 120 സീറ്റുകൾ വരെ പ്രവചിച്ച ഏജൻസിയാണ് ആക്സിസ് മൈ ഇന്ത്യ. LDFന് 104 മുതൽ 120 വരെ. അതുപോലെ UDFന് വേണ്ടി പ്രവചിച്ചത് 20 മുതൽ 36 വരെയാണ്. NDAക്ക് 2 സീറ്റുകൾ വരെ എന്നും പ്രവചിച്ചു. ഇതിൽ എന്താണ് വ്യത്യാസമായി സംഭവിച്ചത് എന്നതുകൂടി നമുക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. 104 എന്ന് പറയുന്നത് ഏറെക്കുറെ അടുത്തു നിൽക്കുന്ന ഒരു ഫലമായി സംസ്ഥാനത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. 100 തൊടുന്ന ഒരു ഫലം ആണ് LDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് എന്ന് പ്രേക്ഷകർ മറന്നു കാണുകയില്ലല്ലോ. പക്ഷെ അതേ സമയത്ത് തന്നെ UDFന് 20 മുതൽ 36 വരെ സീറ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു കുറഞ്ഞ പ്രവചനവുമായി പോയി. NDAക്ക് 2 സീറ്റുകൾ വരെ കിട്ടിയേക്കാമെന്ന് പ്രവചിച്ചുവെങ്കിലും പക്ഷെ അതുണ്ടായുമില്ല. നോക്കൂ, അതിന് തൊട്ട് താഴെ, റിസൾട്ടിന് താഴെ എന്താണ് ആക്ച്വൽസിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. 104 വരെ എന്ന് പറഞ്ഞത് 99 അല്ലെ? ഇതൊരു വളരെ ക്ലോസ് ആയ ഒരു നമ്പറിലേക്ക് എത്തിയിരുന്നു അതിന്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കുകയാണ്. 104 പ്രവചിച്ചപ്പോൾ 99 LDFന് കിട്ടി. 36 വരെ മാക്സിമം എന്ന് പ്രവചിച്ചപ്പോൾ അത് 41 എത്തുകയും ചെയ്തു. NDAയുടെ പ്രവചനം പക്ഷേ വെള്ളത്തിൽ വരച്ച വര പോലെയായി 0 പോയി എന്നുള്ളതാണ് സംഭവിച്ചത് 2021. ഇനി ഇത്തവണത്തെ പ്രവചനം എന്താണ് എന്നത് നമുക്ക് നോക്കാം. ഇത്തവണത്തെ പ്രവചനത്തിന്റെ കണക്ക് കൂടി നമ്മുടെ മുന്നിലുണ്ട്. 2026 ആക്സിസ് ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പ്രകാരം LDFന് കിട്ടാൻ കഴിയുന്നത് 49 മുതൽ 62 വരെ മാത്രമാണ്. 49 മുതൽ 62 വരെ. UDFനാകട്ടെ 78 മുതൽ 90 വരെ സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത്. NDAക്ക് 1 മുതൽ 4 വരെയുള്ള സീറ്റുകളും പ്രവചിച്ചിരിക്കുകയാണ്. LDFനും UDFനും NDAക്കും ഇത്തവണ റിസൾട്ടിൽ കിട്ടുന്നത് എത്രയാണ് എന്നുള്ളത് നമുക്കറിയില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നം ഇട്ടുവെച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും LDFന് കഴിഞ്ഞ തവണ 104 മുതൽ 120 വരെ പ്രവചിച്ചെടുത്ത് ഇത്തവണ പ്രവചിക്കുന്നത് 49 മുതൽ 62 വരെയാണ്. UDFന് കഴിഞ്ഞ തവണ 20 മുതൽ 36 വരെ പ്രവചിച്ചത് ഇത്തവണ 78 മുതൽ 90 വരെയാണ് പ്രവചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ മാക്സിമം 2 സീറ്റ് NDAക്ക് പ്രവചിച്ചുവെങ്കിൽ ഇത്തവണ പ്രവചിക്കുന്നത് 1 മുതൽ 4 വരെ സീറ്റുകളാണ്. കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ വിധിയെഴുത്തിന്റെ ഏറെക്കുറെ ഏറ്റവും അടുത്ത ഒരു കണക്ക് പ്രവചിച്ചത് ആക്സിസ് മൈ ഇന്ത്യയാണ് എന്നത് പ്രിയ പ്രേക്ഷകർ ഓർക്കുമല്ലോ. അപ്പോൾ ആക്സിസ് മൈ ഇന്ത്യ പോകട്ടെ. ഇനി അടുത്ത ഏജൻസി PMRQന്റെ 2021 പ്രവചനം എന്താണ്? എന്തായിരുന്നു റിസൾട്ട്? ഇനി 2026 പ്രവചനം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് 2021 കണക്കാണ്. LDFന് 74 സീറ്റുകളാണ് PMRQ 2021 പ്രവചിച്ചത്. UDFന് 65 സീറ്റുകൾ പ്രവചിച്ചു. NDAക്ക് 1 സീറ്റ് പ്രവചിച്ചു. കുറച്ച് താഴോട്ട് പോകാം. എന്തായിരുന്നു റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. LDFന് 99 സീറ്റ് കിട്ടി. UDFന് 41 സീറ്റ് കിട്ടി. NDAക്ക് 1 സീറ്റും കിട്ടിയില്ല. ഏറെക്കുറെ അടുത്ത് അല്ലെ? ആക്സിസ് മൈ ഇന്ത്യയുടെ അത്രയും അടുത്ത് ചെന്നില്ല എന്നേ ഉള്ളൂ. LDFന് 74 പ്രവചിച്ചെടുത്ത് 99 കിട്ടി. UDFന് 65 പ്രവചിച്ചെടുത്ത് UDFന് 41 മാത്രമാണ് കിട്ടിയത്. NDAക്ക് ഒന്നും കിട്ടിയില്ല. പക്ഷെ അപ്പോഴും നോക്കൂ, PMRQവും പ്രവചിച്ച ഫലം കൃത്യമാണ്. സീറ്റ് ഇത്തിരി കുറഞ്ഞു പ്രവചനത്തിൽ എന്നേ ഉള്ളൂ. LDF തന്നെയാണ് അധികാരത്തിൽ വന്നത്. ഇനി ഇത്തവണത്തെ പ്രവചനം എന്താണ് എന്ന് നോക്കിയാലോ. PMRQന്റെ 2026 എക്സിറ്റ് പോൾ കണക്കുകൾ നോക്കാം. LDFന് 62 മുതൽ 69 വരെ. കഴിഞ്ഞ തവണ 74 പ്രവചിച്ചതാണ് എന്ന് പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ഇത്തവണ 62 മുതൽ 69 വരെയാണ്. UDFന് 71 മുതൽ 79 സീറ്റുകൾ. NDAക്ക് 1 മുതൽ 4 സീറ്റുകൾ വരെ. റിസൾട്ട് വരട്ടെ, ചോദ്യചിഹ്നം അവിടെ ഇപ്പോൾ തന്നെ കിടക്കട്ടെ. എന്നാലും LDFന് 62 മുതൽ 69, UDFന് 71 മുതൽ 79. കൂടുതൽ അനുകൂലമായ സാഹചര്യം UDFനാണ് കിട്ടുക. ഏറ്റവും മെച്ചപ്പെട്ട സാഹചര്യത്തിൽ പോലും 69 LDFന് സംസ്ഥാനത്ത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് ആരാണ്? PMRQ ആണ്. ഇനിയിപ്പോ ആ റിസൾട്ട് പോകട്ടെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഏത് ഏജൻസിയുടെ കണക്കുകളാണ്? സി വോട്ടറിന്റെ കണക്ക് പരിശോധിച്ചാലോ. സി വോട്ടറിന്റെ 2021 കണക്ക് എന്താണ്? 2026 പ്രവചനം എന്താണ് എന്നത് കൂടി നമുക്ക് നോക്കാം. 2021 സി വോട്ടർ നമ്മുടെ മുന്നിൽ വെച്ച കണക്ക് 71 മുതൽ 77 സീറ്റുകൾ വരെ LDFന് കിട്ടും. LDF അധികാരത്തിൽ വരും എന്നത് തന്നെയാണ്.
UDF 62 മുതൽ 68 സീറ്റുകൾ വരെ സ്വന്തമാക്കും എന്നും പ്രവചിച്ചു. NDAക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് ആണെങ്കിൽ 2 സീറ്റുകളിലേക്ക് എത്താൻ കഴിയും എന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ നോക്കൂ, സി വോട്ടറും പ്രവചിക്കുന്നത് LDF അധികാരത്തിൽ വരും എന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോ 71 മുതൽ, അതായത് കേവല ഭൂരിപക്ഷം മുതൽ 77 സീറ്റ് വരെ അധികാരത്തിലേക്ക് 77 സീറ്റ് വരെ നേടി അധികാരത്തിലേക്ക് LDF വരും എന്നാണ് സി വോട്ടറും പ്രവചിച്ചത്. 77 വരെ മാക്സിമം എന്നുള്ളത് 99 പോയി നിന്നു LDF എന്നുള്ളത് മാത്രമേ ഉള്ളൂ. UDF 68 പോയില്ല, പകരം 41 ചുരുങ്ങുകയും ചെയ്തു. ഇനി ഇത്തവണത്തെ പ്രവചനം എന്താന്ന് നോക്കാം. അപ്പൊ അതും LDFന്റെ അധികാരം പ്രവചിച്ചതാണ് ആ എക്സിറ്റ് പോൾ എന്നത് പ്രേക്ഷകർ മറക്കരുത്. ഇത്തവണത്തെ സി വോട്ടറിന്റെ കണക്ക് കൂടി നോക്കാം. 2026 എക്സിറ്റ് പോൾ കണക്കനുസരിച്ച് LDFന് 44 മുതൽ 56 വരെ, UDFന് 82 മുതൽ 94 വരെ, NDAക്ക് പരമാവധി 1 മുതൽ 3 സീറ്റുകൾ വരെയാണ് പ്രവചിച്ചിരിക്കുന്നത്. UDFന് നല്ല മുന്നേറ്റമാണ് സി വോട്ടർ പ്രവചിക്കുന്നത് എന്നത് നോക്കണം. 82 മുതൽ 94 സീറ്റ് വരെയാണ് സി വോട്ടർ പ്രവചിച്ചിരിക്കുന്നത്. റിസൾട്ടിന്റെ ഭാഗത്ത് അവിടെയും ചോദ്യചിഹ്നമാണ് കിടക്കുന്നത്. DB ലൈവ് നോക്കാം നമുക്ക്. DB ലൈവിന്റെ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. 2021 LDFന് 54 മുതൽ 61 സീറ്റുകൾ വരെയാണ്, 54 മുതൽ 61 സീറ്റുകൾ വരെയാണ് DB ലൈവ് LDFന് പ്രവചിച്ചത്. UDFന് 74 മുതൽ 80 സീറ്റ് വരെ. പ്രേക്ഷകർ ശ്രദ്ധിക്കുമല്ലോ, UDF 2021 അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലമായിരുന്നു DB ലൈവിന്റേത്. NDAക്ക് 2 മുതൽ 7 സീറ്റുകൾ വരെ വളരെ ഉദാരമായി കൊടുക്കുകയും ചെയ്തു DB ലൈവ്. പക്ഷെ ഒന്നും നിലം തൊട്ടില്ല. റിസൾട്ട് താഴെ കാണുന്നത് പോലെ 99 LDFനും UDFന് 41, NDAക്ക് 0 എന്ന നിലയ്ക്ക് LDF ഭരണം പിടിക്കുന്ന കാഴ്ചയാണ് പോയ 5 വർഷം നമ്മൾ കണ്ടത്. ഇനി ഇത്തവണ എന്താണെന്ന് നോക്കിയാലോ. ഇത്തവണത്തെ എക്സിറ്റ് പോൾ DB ലൈവ് കൊടുക്കുന്നത് LDFന് 52 മുതൽ 58, അതായത് കഴിഞ്ഞ തവണ LDF പരാജയപ്പെടുമെന്ന് പറഞ്ഞ DB ലൈവ് ഇത്തവണയും LDF പരാജയപ്പെടുമെന്നാണ് പറയുന്നത്. 52 മുതൽ 58 സീറ്റുകൾ വരെ LDF ഒതുങ്ങി നിൽക്കും. UDF 78 മുതൽ 84 വരെ സീറ്റ് നേടും. NDA 2 മുതൽ 6 സീറ്റ് വരെ, കഴിഞ്ഞ തവണ 7 സീറ്റ് വരെയാണ്, ഇത്തവണ 6 സീറ്റ് വരെ പരമാവധി നേടും എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ഏജൻസികളുടെ ഒരു കണക്കാണ് നമ്മൾ നോക്കുന്നത്. DB ലൈവിന്റെ കൂടി കണക്ക് നോക്കുന്നു. DB ലൈവിന്റെ പ്രത്യേകത, കഴിഞ്ഞ 3 എക്സിറ്റ് പോൾ ഏജൻസികളുടെ കണക്ക് നമ്മൾ നോക്കിയപ്പോൾ 3 LDFന്റെ തുടർഭരണമാണ് പറഞ്ഞതെങ്കിൽ DB ലൈവ് പക്ഷേ UDF 2021 അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ ഏജൻസിയാണ്.